ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മഹീന്ദ്രയുടെ ഇയർ എൻഡ് പ്രൊമോഷൻസ് ആണ്. മഹീന്ദ്രയുടെ ഇയർ എൻഡ് പ്രൊമോഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ഓഫർ കൊടുത്തിരിക്കുന്നത് താർ റോക്സിനാണ്. താർ റോക്സ് ലോഞ്ച് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫർ എന്ന് നമുക്ക് ഇയർ എൻഡ് പ്രൊമോഷൻസിനെ വിളിക്കാം. കാരണം താറിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റുകൾക്കൊക്കെ ഏകദേശം 1,00,000 രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്ട്രേറ്റ് അവേ 75,000 ക്യാഷ് ഡിസ്കൗണ്ടും 25,000 രൂപയുടെ ആക്സസറി ഓഫർ എന്നും പറഞ്ഞിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. തേർഡ് വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ AX5 വേരിയൻറ്റുകൾക്ക് 30,000 രൂപ വരെയുടെ ആക്സസറി ഓഫറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റ് വാഹനങ്ങളായ 3XLൊക്കെ പോയി കഴിഞ്ഞാൽ 3XLൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഓഫറാണ് അഡീഷണലി വന്നിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് 3XLൻ്റെ ഓഫർ കിട്ടും. അതിൽ നിന്ന് അഡീഷണൽ ഒരു 20,000 to 30,000 നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കും. അതാണ് 3XOക്ക് വന്നിരിക്കുന്ന ഓഫർ. പക്ഷേ റോക്സിന് GST ബെനിഫിറ്റ് വന്നതിന് ശേഷം മഹീന്ദ്രയിൽ വന്നിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫർ ഇയർ എൻഡ് പ്രൊമോഷൻസിലാണ്. അതും കൊടുത്തിരിക്കുന്നത് കൂടുതൽ ബുക്കിംഗ് ഉള്ള ടോപ്പ് എൻഡ് 2 വേരിയൻറ്റുകൾക്ക് തന്നെയാണ്. അപ്പോൾ റോക്സിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെയുള്ള പ്രൈസ് നോക്കാം. നമ്മളുടെ ഓഫറിന് ശേഷം എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. റോക്സിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ റോക്സിൻ്റെ ബേസ് വേരിയൻ്റായ MX1 പെട്രോൾ മാനുവൽ ഇപ്പോൾ അത്യാവശ്യം ബുക്കിംഗ് വരുന്ന ഒരു വാഹനമാണ്. ബേസ് പെട്രോൾ മാനുവൽ വേരിയൻറ്റ് നമുക്കിപ്പോൾ ഓഫറുകൾ ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ മാക്സിമം ഡിസ്കൗണ്ടുകൾക്ക് ശേഷം 14,80,000 രൂപയ്ക്ക് ബേസ് പെട്രോൾ മാനുവൽ ഓൺ റോഡ് ഇറക്കാം. ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ 16,26,000 രൂപ. അതാണ് ഒരു ബേസ് റോക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുടക്കേണ്ട ഒരു പേയ്മെൻറ്റ്. ഇപ്പോൾ നമ്മുടെ മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ ക്രെറ്റയുടെയൊക്കെ ഒരു ഡീസൽ വേരിയൻറ്റിനേക്കാളും ചെറിയൊരു പ്രൈസ് ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് റോക്സിൻ്റെ ബേസ് വേരിയൻറ്റ് ലഭിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ഫുൾ സൈസ് ആയിട്ടുള്ള ബിഗ് SUV ആണ് നമ്മളുടെ റോക്സ്. ഇനി സെക്കൻഡ് വേരിയൻ്റായ MX3യിലേക്ക് വന്നാൽ MX3 വേരിയൻറ്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. MX3 പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ പെട്രോൾ മാനുവൽ MX3യിൽ വരുന്നില്ല, ഓട്ടോമാറ്റിക്കാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 17,76,000 രൂപയും MX3 ഡീസൽ മാനുവലിന് 18,78,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഡീസൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് MX3 വേരിയൻറ്റിലാണ്. ആ വാഹനത്തിന് 20,47,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ഒരു റോക്സിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ മിനിമം നിങ്ങളൊരു 20,00,000 രൂപയെങ്കിലും മുടക്കേണ്ടി വരും. പിന്നെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റ് MX5ഉം AX5 ലക്ഷറി വേരിയൻറ്റുമാണ്. ഇപ്പോൾ MX5ലേക്ക് വന്നു കഴിഞ്ഞാൽ MX5 ഡീസൽ മാനുവലിന് നമുക്ക് 19,97,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആ വാഹനം നിങ്ങൾക്ക് അഡീഷണലി 30,000 രൂപയുടെ ആക്സസറി ഓഫർ അഡീഷണലി ലഭിക്കും. നമ്മൾ ഈ പറഞ്ഞ പ്രൈസിൽ ഓഫർ വരുന്നില്ല. ഇനി ഡീസൽ ഓട്ടോമാറ്റിക്കും MX5ൽ വരുന്നുണ്ട്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. ആ വാഹനം നിങ്ങൾക്ക് 21,60,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാം. MX5ൽ തന്നെയാണ് നമുക്ക് പെട്രോൾ മാനുവലിന് 19,26,000 രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 20,89,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിന് നമുക്ക് ആ 30,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. റോക്സിലെ MX5 വേരിയൻറ്റ് കൺസിഡർ ചെയ്യുന്നവർ കുറച്ചും കൂടി ബഡ്ജറ്റ് റേസ് ചെയ്തിട്ട് AX5 വേരിയൻറ്റിലേക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ വേരിയൻറ്റ് ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും അതേ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയൻ്റാണ്. അപ്പോൾ AX5 ലക്ഷറി വേരിയൻറ്റിലേക്ക് വന്നാൽ AX5 ഡീസൽ ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവ് നിങ്ങൾക്ക് 22,22,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. 30,000 രൂപയുടെ ആക്സസറി ഓഫറും ലഭിക്കും. അതായത് നമ്മളുടെ MX5 വേരിയൻറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെറും 40,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് AX5 ലക്ഷറി വേരിയൻറ്റിൽ വരുന്നത്. അതിൽ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓട്ടോ AC, കീലെസ് എൻട്രി, നമ്മളുടെ അഡ്രിനോക്സിൻ്റെ കണക്ടിവിറ്റി, അങ്ങനെ ഒത്തിരി പ്രീമിയം ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വരുന്ന വേരിയൻ്റാണ് AX5 ലക്ഷറി വേരിയൻറ്റ്. ഈ AX5 ലക്ഷറി വേരിയൻറ്റിലാണ് നമ്മൾക്ക് 4x4 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ AX5 ലക്ഷറി 4x4 വേരിയൻറ്റിന് 25,70,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. അപ്പോൾ ഒരു 4x4 റോക്സിൻ്റെ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ 25,70,000 രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ AX7 ലക്ഷറി വേരിയൻറ്റിൽ നമുക്ക് 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കും 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കും മാത്രമാണ് വരുന്നത്. പിന്നെ നിങ്ങൾ കാണുന്നത് ടോപ്പ് എൻഡ് വേരിയൻ്റാണ് AX7 ലക്ഷറി. AX7 ലക്ഷറി വേരിയൻ്റാണ് ഇപ്പോൾ ഏകദേശം 75,000 രൂപയുടെ സ്ട്രെയിറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടും 25,000 രൂപയുടെ ആക്സസറി ഓഫറും വന്നിരിക്കുന്നത്. നമ്മളുടെ GST ബെനിഫിറ്റ് വന്നപ്പോൾ ഏകദേശം ഒരു 1.25 തൊട്ട് 2,00,000 രൂപ വരെ ഒരു പ്രൈസിൻ്റെ കുറവ് നമ്മൾക്ക് ഈ ടോപ്പ് എൻഡുകൾക്ക് വന്നിരുന്നു. അപ്പോൾ ഒരു 3 മാസത്തെ പ്രൈസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 2.5 തൊട്ട് 3,00,000 രൂപ വരെ ബെനിഫിറ്റിൽ നിങ്ങൾക്ക് റോക്സ് വാങ്ങാനായിട്ട് പറ്റും. ഇനിയും നമ്മളുടെ AX7 ലക്ഷറി ഡീസൽ മാനുവലിന് നമുക്ക് 22,13,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. AX7 ലക്ഷറി ഡീസൽ 2x4 ഓട്ടോമാറ്റിക്കിന് 23,70,000 രൂപ. അതായത് AX5 ലക്ഷറിയും
AX7 ലക്ഷറിയും തമ്മിൽ വരുന്നൊരു പ്രൈസ് ഡിഫറൻസ് ഏകദേശം 1.5 ലക്ഷം രൂപ മാത്രമാണ്. പക്ഷേ അതിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പനോറമിക് സൺറൂഫ്, ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റം, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് അതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. AX7 ലക്ഷറി വേരിയന്റിൽ നമുക്ക് 2x4 മാനുവൽ അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 22,81,000 രൂപയും 4x4 മാനുവൽ വരുന്നുണ്ട്. ആ വാഹനത്തിന് 25-30 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി AX7 ലക്ഷറിയിൽ 4x4 ഓട്ടോമാറ്റിക് ആണ്. അതാണ് ടോപ്പ് എൻഡ് വേരിയന്റ്. 26,77,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഏകദേശം 29 ലക്ഷം രൂപയുടെ അടുത്തായിരുന്നു GSTക്ക് മുമ്പ് ആ വാഹനത്തിൻ്റെ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 26,77. ആ ഒരു ബഡ്ജറ്റിന് റോക്സിൻ്റെ ടോപ്പ് എൻഡ് 4x4 ഓട്ടോമാറ്റിക് പക്കാ വാല്യൂ ഫോർ മണി തന്നെയാണ്. ആ ഒരു പ്രൈസിന് കിട്ടുന്ന, ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരേ ഒരു 4x4 ഒരു ഫാമിലി SUV നമുക്ക് റോക്സിനെ വിളിക്കാം. മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ മറ്റു വാഹനങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ 50-60 ലക്ഷം രൂപ അടുത്തൊക്കെയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഇയർ എൻഡ് പ്രൊമോഷൻസ് ഇപ്പോൾ റോക്സ് ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ഇപ്പോൾ റോക്സിൻ്റെ ഒരു MX5 എടുക്കുന്നവർക്ക് AX5ലേക്ക് മൂവ് ആവാനും, AX5 ലക്ഷറി എടുക്കുന്നവർക്ക് AX7 ലക്ഷറിയിലേക്ക് മൂവ് ആവാനും ബെസ്റ്റ് അവസരമാണ്. കാരണം അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഓഫർ ലഭിക്കുന്നുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം എല്ലാ വേരിയൻറ്റുകളുടെയും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ കളറുകളും അവൈലബിൾ ആണ്. ഇയർ എൻഡ് പ്രൊമോഷനിൽ റോക്സിന് 100% വരെ ഓൺ റോഡ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പെർ ലാക്കിന് ഏകദേശം ഒരു 1,590 രൂപ അടുത്ത് വെച്ചാണ് അടവ് വരിക. ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയൊക്കെ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോക്സിന്റെ ഏത് വേരിയന്റും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. മിനിമം ഇപ്പോൾ 100% ഓൺ റോഡ് ഫണ്ടിങ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങളുടെ സിബിൽ സ്കോറിന്റെ കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷേ ഒരു നോർമൽ സിബിൽ സ്കോറുള്ള ആൾക്ക് ഒരു 90% ഒക്കെ ഓൺ റോഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് ഏകദേശം 2-2.5 ലക്ഷം രൂപയ്ക്ക് ഇനീഷ്യൽ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ റോക്സിന്റെ ഏത് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മഹീന്ദ്ര റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.